ആളൂർ സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷം തുടങ്ങി. JRS സിസ്റ്റംസ് ആൻഡ് സർവീസസ്, ചാലക്കുടി. Your complete IT partner. ഇന്നും നാളെയും വൈകുന്നേരം 5:30 പ്രസുതേന്തി വാഴ്ച, കുർബാന, ലതീഞ്ഞ്, നൊവേന. 25 രാവിലെ 6 മണിക്ക് ഫാദർ മെജിൻ കല്ലേലിയുടെ കാർമ്മികത്വത്തിൽ കുർബാന, രാവിലെ 7 വികാരി ഫാദർ ജോയ് കടമ്പാട്ടിന്റെ കാർമ്മികത്വത്തിൽ കുർബാന, ലതീഞ്ഞ്, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ. വീടുകളിലേക്കുള്ള അമ്പ് കൈമാറൽ, രാത്രി 9 അമ്പു പ്രദക്ഷിണം സമാപനം. തിരുനാൾ ദിനമായ 26 ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7 മണിക്കും 10 മണിക്കും ഉച്ചതിരിഞ്ഞു 3:30 കുർബാന. കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം. 7:30 പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. തുടർന്ന് ആശീർവാദം. 27 അങ്ങാടി അമ്പ് ആഘോഷിക്കുമെന്നു വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, ട്രസ്റ്റിമാരായ ജോയ് ആന്റണി പഴയടത്തുപറമ്പിൽ, ലോറൻസ് അരിക്കാട്ട്, ജോയിന്റ് കൺവീനർ ജിയോ, വർക്കി പ്ലാത്തോട്ടം എന്നിവർ അറിയിച്ചു. സെന്റ് ജോസഫ്, സെന്റ് മേരീസ്, 3 പേരുടെയും ഒരു സംയുക്തമായിട്ടൊരു തിരുനാളാണിത്. വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു തിരുനാൾ. ഈ ഇടവക ഒരുപാട് പഴക്കമുള്ളൊരു ഇടവകയാണ്. ഈ ഇടവകയിൽ നിന്ന് 3 ഇടവകൾ ഇതിനകം മാറി കഴിഞ്ഞു. അപ്പൊ അവരും സെന്റ് മേരീസിന്റെ നാമധേയത്തിലാണ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പഴയ പള്ളി അല്ലെങ്കിൽ വലിയ പള്ളി എന്നൊക്കെയാണ് അറിയപ്പെടുക. ഈ തിരുനാട് വരുന്ന 25, 26, 27 തീയതികളിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇതിന് ആഘോഷമായിട്ട് അതിന്റെ തുടക്കമായിട്ടുള്ള കൊടിയേറ്റ കർമ്മം കഴിഞ്ഞ 16-ാം തീയതി ഞങ്ങൾ നടത്തി. ഇപ്പോ നവനാൾ തിരുക്കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 25-ാം തീയതിയാണ് അമ്പ് എഴുന്നള്ളിപ്പ് എല്ലാ വീടുകളിലേക്കും പോകുന്നത്. 29 കുടുംബ യൂണിറ്റുകളുണ്ട്. 29ആണ്. രാവിലെ 8 മണിയോടുകൂടി പുറപ്പെടും. വൈകിട്ട് ഒരു 10 മണിയോടുകൂടി അവസാനിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. പിറ്റേ ദിവസം സൺഡേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. 26-ാം തീയതി അന്ന് പബ്ലിക് ഡേ കൂടിയാണല്ലോ. അപ്പൊ അന്ന് ആഘോഷമായ തിരുക്കർമ്മങ്ങൾ രാവിലെ 10 മണിക്കാണ് തിരുനാളിന്റെ സന്ദേശമൊക്കെ. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദർശനം ഉച്ച കഴിഞ്ഞിട്ടാണ്. 3:30 കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായിട്ടുള്ള പ്രദർശനമാണ്. ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രദർശനമാണ്. ഞാൻ പറഞ്ഞ പോലെ 3 ഇടവകൾ ഇതിനകം മാറി കഴിഞ്ഞു. അവരൊക്കെ ഇതിൽ പങ്കെടുക്കും. കാരണം അവരുടെ പഴയ ഇടവപ്പള്ളിയാണ്. സെന്റ് മേരീസ് കുരിശുപള്ളി എന്ന് പറഞ്ഞ ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പ്രദർശനം പോകുന്നത്. തിരിച്ച് 7 മണിക്ക് പള്ളിയിൽ സമാപിക്കും. അങ്ങനെയൊക്കെയാണ്. അവരുടെ അമ്പ് എഴുന്നള്ളിപ്പ് അന്നാണ് 27-ാം തീയതി തിങ്കളാഴ്ച. അത് രാത്രി ഒരു 10 മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് 2 അമ്പ് സമാധാനം ക്രമീകരിക്കുന്നത്. അപ്പൊ ഈ ആഘോഷങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ഷണിക്കുന്നു. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇടവയിൽ നിന്ന് മാറിപ്പോയി ഒരുപാട് പേര് അവർക്കൊക്കെ ആരംഭിച്ചു. രാത്രി 10 മണിക്ക് പ്രദർശനം തിരിച്ചു കയറുന്നത് വരെ നാടിൻ്റെ ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ നാട്ടിലെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഈ തിരുനാൾ ദിവസങ്ങൾ. അവർക്ക് കൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച അങ്ങാടിയമ്പുകൾ നടത്തുന്നത്. ഇടവകയുടെ 2 തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും 2 അങ്ങാടിയമ്പുകൾ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നു. അത് ശരിക്കും ഒരു ദേശത്തിൻ്റെ ഉത്സവമായി സർവ്വ ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ കമ്മിറ്റികളിൽ എല്ലാവരും കൂടി ഉൾപ്പെട്ട, എല്ലാ ജാതിമതത്തിലും കൂടി ഉൾപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് ഈ അങ്ങാടിയമ്പുകൾ കൂടി നടത്തുന്നത്. നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ എന്ന ദേശത്തിന്റെ ഒരു ഉത്സവം കൂടിയായിട്ടാണ് നമ്മൾ ഈ തിരുനാളിനെ കാണുന്നത്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വളരെ സഹകരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ച് നടത്തുന്ന തിരുനാളാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ അത് പള്ളിയിൽ സമാപിക്കുന്നു. തുടർന്ന് അതിൻ്റെതായിട്ടുള്ള തിങ്കളാഴ്ച അങ്ങാടിയമ്പ് 2 വിഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പള്ളിയിൽ എത്തിച്ചേർന്ന് അത് നല്ല ഒരു സമാധാനം അവിടെ എല്ലാവർക്കും കാണാവുന്ന പറ്റുന്ന നല്ലൊരു കാഴ്ച വർണ്ണ കാഴ്ചയ്ക്കോടുകൂടി ചെറുതായിട്ട് നമ്മൾ തീർക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെയും 25, 26, 27 വരുന്ന പെരുന്നാളുകൾ വൻ വിജയമാക്കാനാണ് ഇപ്പം ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ കടപ്പാട്ടച്ഛനാണ്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പത്രമാധ്യമങ്ങളും സഹകരിച്ച് വൻ വിജയമാക്കാൻ അഭ്യർത്ഥിക്കുന്നു.
25, 26 തീയതികളിലെ പള്ളിയുടെ എല്ലാ പരിപാടിയും ഭക്തിസ്വാതന്ത്ര്യമായിട്ട് നടത്താനായിട്ടുള്ള അറേഞ്ച്മെന്റാണ് ചെയ്തിരിക്കുന്നത്. അതോടെ എല്ലാ വർഷവും ആ ദിവസങ്ങളിലുള്ള വളരെ അച്ചടക്കത്തോടെയാണ് ചെയ്യാറുള്ളത്. പിന്നെ 26-ാം തീയതി ടൗൺ കൊണ്ട് അവർ കലാപരിപാടികളൊക്കെ വേറെ സ്ഥലങ്ങളിൽ ബാലൻസിട്ട് അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിന്റൊക്കെ എടുത്ത് അവിടെ അലക്കി ഭംഗിയാക്കുന്ന ആൾക്കാർക്ക് സൗകര്യത്തിന് കാണാനായിട്ടുള്ള സൗകര്യം സ്ഥലം നോക്കി കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം എല്ലാ പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വരിക. അങ്ങാടിയപ്പോൾ ആണെങ്കിലും പള്ളിയിൽ സമയം കൃത്യം അറിയിച്ച് ആ സമയത്തിന് തന്നെയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പം വളരെ നന്നായിട്ട് നടന്നു വരാമെന്നാണ് ആളുകൾ.